നമസ്കാരം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ തിരുത്ത് അതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനം. അതിനൊപ്പം തന്നെ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട പ്രാദേശിക വാർത്തകൾ നോക്കാം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. രാവിലെ പറഞ്ഞത് പുലിവാലായപ്പോൾ തിരുത്തി മന്ത്രി സജി ചെറിയാൻ. ആര് തെറ്റ് ചെയ്താലും സംരക്ഷിക്കില്ല. രഞ്ജിത്തിനെതിരായ ആരോപണം ശരിയാണെങ്കിൽ നടപടി ഉറപ്പെന്ന് മന്ത്രി. ഇടുക്കി ചൊക്രാമുടിയിൽ മലനിരകൾ ഇടിച്ചു നിരത്തി അനധികൃത പാറ ഖനനം. വ്യാപകമായി മരങ്ങൾ മുറിച്ചു കടത്തി. നിർമ്മാണം മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലയിൽ. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ ദേവികുളം ഇറച്ചിൽ പാറ മേഖല. പ്രദേശത്ത് ഭൂമിക്ക് വിള്ളൽ. 23 കുടുംബങ്ങൾ മാറി താമസിക്കണമെന്ന് റവന്യൂ വകുപ്പ്. വയനാട് ദുരന്തബാധിത മേഖലയിലെ സ്കൂളുകൾ തുറക്കുന്നു. വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ മേപ്പാടി സ്കൂളിൽ പഠിക്കും. സ്കൂളിലെത്താൻ KSRTC സൗകര്യം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി. നാദാപുരം വിഷ്ണുമംഗലം ബണ്ടിൽ ചാടിയ യുവാവ് മരിച്ചു. മരിച്ചത് വളയം സ്വദേശി. വാർത്തകളിലേക്ക് വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പ്രതിരോധത്തിലായതിനു പിന്നാലെ പ്രതിസന്ധി കടുപ്പിക്കുന്നതായിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തൽ. പലരി മാണിക്യം സിനിമയിൽ റോൾ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി തന്നോട് മോശമായി പെരുമാറി എന്നാണ് ശ്രീലേഖ മിത്ര പറഞ്ഞത്. വെളിപ്പെടുത്തൽ വിവാദമായി. രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നീക്കണമെന്ന് സിനിമാ മേഖലയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ആവശ്യവും ഉയർന്നു. എന്നാൽ രഞ്ജിത്തിനെ സംരക്ഷിക്കുകയായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ന് രാവിലെ. രേഖാമൂലം പരാതി ലഭിക്കാതെ സജി ചെറിയാനെതിരെ ഒരു നടപടി ഇല്ല എന്നും ആരോപണത്തിന്റെ പേരിൽ നടപടി പറ്റില്ല എന്നുമായിരുന്നു രാവിലെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കണം. അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുത? അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായി നിഷേധിച്ചിരിക്കുക. അപ്പൊ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യം. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തോളുക. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ അവസരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി ഒരാളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞു. അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ, നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനെ അസംദിഗ്ധമായി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും സംശയം വേണ്ട. ഈ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കിക്കോണം. സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെന്റ്. അദ്ദേഹം ആ ചുമതല നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം. അത് സംബന്ധിച്ച് രാഷ്ട്രീയമായ തീരുമാനം. അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആലോചിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം CPIM എന്ന് പറഞ്ഞൊരു പാർട്ടി പരിശോധിക്കായിരിക്കും. ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാകും. ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും അതിക്രമങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, ആവശ്യമായ പരിഷ്കരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചപ്പോൾ ഹേമ കമ്മിറ്റി നിയോഗിച്ചതിൻ്റെ ഭാഗമാണ്. ആ നിയോഗിച്ച കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും തീരുമാനമായി കഴിഞ്ഞു. മന്ത്രിയുടെ രാവിലത്തെ പ്രതികരണമാണ് കേട്ടത്. എന്നാൽ ഈ വാക്കുകളിൽ പുലിവാല പിടിച്ചു എന്ന് വ്യക്തമായതോടെ വിശദീകരണവുമായി പിന്നീട് മന്ത്രി രംഗത്തെത്തി. ആര് തെറ്റ് ചെയ്താലും സംരക്ഷിക്കില്ല. ആരോപണങ്ങൾ ഉറപ്പെങ്കിൽ നടപടി ഉറപ്പാണ് എന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചു. വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഈ രഞ്ജിത്തിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു നിലപാടിലേക്കാണ് രാവിലെ മന്ത്രിയുടെ പ്രതികരണം കേട്ടപ്പോൾ എല്ലാവരും വിലയിരുത്തിയത്. പക്ഷെ പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ വാക്കുകൾ അത് വളരെ കൃത്യമായിരുന്നു, ഷാർപ്പായിരുന്നു. പിന്നീട് തിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നു. ഇത് തിരുത്തൽ തന്നെ എന്ന് വിശേഷിപ്പിച്ചുകൂടെ സാംസ്കാരിക മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ? രഞ്ജിത്ത്, നവോത്ഥാന മതിലും വനിതാ മതിലുമൊക്കെ നിർമ്മിച്ച സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അങ്ങനെ ഒരു ഇടത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ലൈംഗിക ആരോപണം പരാതി വരുമ്പോൾ
അതിൽ അന്വേഷണം ഉണ്ടാകില്ല, അല്ലെങ്കിൽ പരാതി എഴുതി തരട്ടെ അന്നേരം അന്വേഷിക്കാമെന്ന ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ വലിയ വിമർശനം ഉണ്ടാകുന്നു. അത് സാധാരണ നിലയിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള വിമർശനം എന്ന നിലയ്ക്കല്ല, ക്യാബിനറ്റ് അംഗം തന്നെ മന്ത്രി ആർ ബിന്ദു തന്നെ ആ നിലപാടിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണവുമായി രംഗത്ത് വരികയാണ് ചെയ്തത്. WCCയുടെ നിലപാടുകളെ പ്രശംസിക്കുകയാണ് മന്ത്രി ചെയ്തത്. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ, അന്വേഷണം വേണമെന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അത് സജി ചെറിയാൻ എടുത്ത നിലപാടിന് വിരുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബൈറ്റ് ഇന്ന് രാവിലെ നൽകിയ പ്രതികരണം, അതിലെ ആ പ്രതികരണം ഉണ്ടാക്കിയ പുലിവാൽ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തെറ്റുകാർ ആരായിരുന്നാലും അവരെ സംരക്ഷിക്കില്ല, രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം ശരിയെങ്കിൽ കൃത്യമായി നടപടി ഉണ്ടാകും എന്ന ഒരു നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് മയപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇന്ന് രാവിലെ മുതലുണ്ടായ പ്രതികരണങ്ങൾ, പൊതുവിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ, അത് WCCയുടെ ഭാഗത്തു നിന്നാകട്ടെ അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നാകട്ടെ വലിയ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം സിദ്ദിഖിൻ്റെ വാക്കുകളെ തള്ളിക്കൊണ്ട് തന്നെ ജഗദീഷ് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറിയുടെ നിലപാടിന് ഘടകവിരുദ്ധമായി വൈസ് പ്രസിഡന്റ് പറയുന്ന സാഹചര്യം, ആ നിലയ്ക്ക് അമ്മയ്ക്കുള്ളിൽ തന്നെ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയമാണ് സർക്കാർ ഇങ്ങനെ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നുവെന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനപ്പുറത്താണ് രഞ്ജിത്തിനെതിരെയുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പോക്സോ കേസ് എടുക്കാൻ കഴിയുന്ന സംഭവങ്ങൾ ഇതിൽ ഉണ്ട് എന്ന കാര്യമാണ് റിപ്പോർട്ടിനുള്ളിൽ പറയുന്നത്. അതായത് ഏറ്റവും വലിയ ഗ്രേവ് ക്രൈം അല്ലെങ്കിൽ കൊഗ്നിസബിൾ ഒഫൻസ് എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ, അതിൽ വാദിയോ പ്രതിയോ ഇല്ലാതെ തന്നെ കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. സുപ്രീം കോടതി ഉത്തരവുകൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം കേസുകളിൽ പോലീസിന് കേസെടുക്കുന്നതിന് തടസ്സമില്ല എന്ന കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ ലൈംഗിക പീഡനത്തിന് ഇരയാകുമ്പോൾ അവർക്ക് സ്കൂളിൽ നടക്കുന്ന കൗൺസിലിങ്ങുകളിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഈ വിവരം മൊഴിയായി കൊടുക്കുകയാണ് പോലീസിന് പലപ്പോഴും, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കുകയാണ്. ആ തരത്തിൽ മൊഴിയുണ്ട് പോലീസിന് മുന്നിൽ കൃത്യമായി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കൊഗ്നിസബിൾ ഒഫൻസിൽ കേസെടുക്കാൻ കഴിയുന്നില്ല എന്ന കാര്യമാണ് സർക്കാരാകട്ടെ ഒരു നിയമത്തിൻ്റെ സാങ്കേതികത്വം പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കാതെ മുന്നോട്ട് പോകുന്നു. പക്ഷേ അത് എത്ര ദൂരം സർക്കാരിന് ഇങ്ങനെ പോകാൻ കഴിയുമെന്നതാണ് പ്രധാനം. കേസെടുത്താൽ ഒരുപക്ഷെ ഈ മൊഴി നൽകിയ ആളുകൾ തന്നെ പോലീസിനെ സമീപിക്കുകയും കൂടുതൽ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും. ഏതായിരുന്നാലും സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തന്നെ മന്ത്രിക്കെതിരെയുള്ള, സജി ചെറിയാനെതിരെയുള്ള പ്രതികരണങ്ങളുണ്ടായി. ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്നു, സ്ത്രീവിരുദ്ധമായ നിലപാടാണ് സജി ചെറിയാൻ കാണിക്കുന്നതെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതിനകം തന്നെ സിനിമാ ലോകത്തു നിന്ന് വരുന്ന സാഹചര്യമുണ്ട്. ഈ തരത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് തലവേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇത്രയും ഒരുപക്ഷെ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ സർക്കാർ എടുത്ത നിലപാടുകളുണ്ട്. പൊതുവിൽ അതിൽ പ്രശംസ സർക്കാരിനുണ്ടായി. സർക്കാരിനെ സംബന്ധിച്ച്, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് സ്ത്രീ സംരക്ഷണം ഉറപ്പു നൽകുന്നു എന്ന ഒരു പ്രതീതി പൊതുവിൽ പൊതുജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഏതാണ്ട് 52ഓളം പേർ മൊഴി നൽകിയിട്ടുണ്ട്. നിരവധി ആളുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൽ ആരോപണ വിധേയർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അക്കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ കാലതാമസം ഉണ്ടായത് തന്നെ വലിയ വിമർശനത്തിന് ഇടവച്ചിരുന്നു. സാധാരണ നിലയിൽ ഓരോ വിഷയങ്ങളിലും പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് മാത്രം സർക്കാർ നേരിട്ടാൽ മതിയെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ചലച്ചിത്ര മേഖലയിൽ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട്. ക്യാബിനറ്റിനുള്ളിൽ തന്നെ, മന്ത്രിമാർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഈ ഒരു നിലപാടുമായി എത്ര ദൂരം സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിൽ വ്യക്തതയുമില്ല. എഴുതോ വിനോദ്, സർക്കാരിന് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിൽ വ്യക്തത ഇല്ല എന്നതിനപ്പുറത്തേക്ക് ഈ കാര്യമായിട്ടുള്ള പ്രതിപക്ഷ സ്വരങ്ങൾ ഉയരുന്നുണ്ടല്ലോ. മാത്രമല്ല പരാതിയുമായി യുവജന സംഘടനകളും രംഗത്തെത്തിയ സാഹചര്യം, സിനിമാ രംഗത്ത് നിന്ന് തന്നെ രഞ്ജിത്തിനെതിരെ നീക്കമുണ്ട്. അപ്പോൾ ഒരു അനുഭാവിയായതുകൊണ്ടും അല്ലെങ്കിൽ അക്കാദമി ചെയർമാൻ ആയതുകൊണ്ടും സർക്കാരിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് അത് കൂടുതൽ വിമർശനങ്ങളിലേക്ക് തന്നെയല്ലേ തള്ളുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു നിർണായക തീരുമാനത്തിലേക്ക് അതിവേഗം പോകേണ്ട സാഹചര്യമില്ലേ സംസ്ഥാന സർക്കാരിന്?
ഒരു സംവിധായകൻ എന്നതിനപ്പുറത്തേക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ്. പാർട്ടി നിയമനമാണ് എന്നത് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടി നിയമിച്ചത് കൊണ്ട് തന്നെ ഇക്കാര്യം പാർട്ടി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾ എടുക്കുകയും ചെയ്യുമെന്നാണ് രാവിലെ ഉള്ള പ്രതികരണത്തിൽ സജി ചെറിയാൻ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ഈ കേസുകൾ എടുക്കില്ല, പരാതി എഴുതി നൽകട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ മറുപടി അത് വലിയ തോതിലാണ് വിമർശനത്തിനിടയാക്കിയത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരായിരുന്നാലും നടപടിയെടുക്കും. രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം പരിശോധിച്ച് അതിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും ഇത്തരം നടപടികളിലേക്കാണ് സർക്കാർ പോകേണ്ടത്. പൊതുവിൽ ആവശ്യമുയരുന്നത് ആ നിലയ്ക്കുമാണ്. കാരണം ഒട്ടനവധി സഹനങ്ങൾ നേരിടേണ്ടി വന്ന, ഒട്ടനവധി ചൂഷണങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന, ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ പുറത്തു പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളില്ലായിരുന്ന ആളുകൾ അവർ മൊഴികൾ നൽകുമ്പോൾ ആ മൊഴിയെ ഗൗരവത്തോടു കൂടി കാണുകയും അത്യന്തം ഗൗരവമായി കാണേണ്ട വസ്തുതകൾ, അതായത് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യം പോലും നിലനിൽക്കുന്നു ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ. ആ നിലയ്ക്കുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഈ മൊഴി നൽകിയതാരാണ്, ആരാണ് ആരോപണ വിധേയർ, അത് വ്യക്തമല്ല. അതിൻ്റെ പേരിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈകഴുകുന്നിടത്താണ് സർക്കാരിനെതിരെയുള്ള വിമർശനം അതിശക്തമായി ഉയർന്നു വരുന്നത്. അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, സിനിമാ ലോകത്തെ ഒരു വിഭാഗം ആളുകൾ അതിനെതിരെ അതിശക്തമായി രംഗത്ത് വരുന്നത് സർക്കാർ കാണേണ്ടതുണ്ട്. മാത്രവുമല്ല, സർക്കാരിനുള്ളിൽ ഇപ്പോൾ ക്യാബിനറ്റിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അംഗങ്ങൾ പറയുമ്പോൾ അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ട്. CPIയുടെ പ്രതിനിധിയായി ചലച്ചിത്ര അക്കാദമിയിലുള്ള അംഗം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറത്തു വരുമ്പോൾ രഞ്ജിത്തിനെതിരെ നേരത്തെയും ഒരു വിഭാഗം ആളുകൾ അങ്ങനെ രംഗത്ത് വന്നിട്ടുള്ളതാണ്. ആളുകൾ അവർ ഉയർത്തുന്ന എതിർപ്പ് ഇതെല്ലാം തന്നെ പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട്. ഏകപക്ഷീയമായി അന്വേഷണമില്ല എന്ന നിലയ്ക്ക് സർക്കാർ പോകുമോ? അങ്ങനെയെങ്കിൽ നേരത്തെ നടി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് സർക്കാർ എടുത്ത നടപടികളുണ്ട്, അന്ന് ലഭിച്ച സ്വീകാര്യതയുണ്ട് സർക്കാരിന്. ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമായ സാഹചര്യത്തിൽ സർക്കാർ പിന്നാക്കം പോയാൽ അത് സർക്കാരിന് തിരിച്ചടി ആകും എന്ന കാര്യത്തിൽ മറ്റ് തർക്കവുമില്ല. എൽദോ. റൈറ്റ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഉറപ്പായും സർക്കാരിന് മറ്റ് നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും. ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ, ബംഗാളി താരത്തിന് വെളിപ്പെടുത്തലിനിടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് വയനാട്ടിലെ റിസോർട്ടിലാണ്. ഔദ്യോഗിക വാഹനത്തിലാണ് റിസോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതികരിക്കാൻ രഞ്ജിത്ത് തയ്യാറായില്ല. വയനാട്ടിലെ രഞ്ജിത്ത് താമസിക്കുന്ന റിസോർട്ടിൻ്റെ ദൃശ്യങ്ങളാണത്. വലിയ വിവാദം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് രഞ്ജിത്ത് എത്തിയിരിക്കുന്നത്. പ്രതികരണം അത് ഇന്നലെ ഫേസ്ബുക്കിലെ പ്രതികരണം ഒഴിച്ചു നിർത്തിയാൽ മറ്റൊന്നും രഞ്ജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള ഔദ്യോഗിക പദവിയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരും. വയനാട്ടിലേക്ക് രഞ്ജിത്ത് എത്തിയത് ഈ പ്രത്യേക സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ചേർത്ത് വായിക്കേണ്ടത്. ഔദ്യോഗിക വാഹനത്തിൽ തന്നെ വയനാട്ടിലുണ്ട്. റിസോർട്ടിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. റിസോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. കാർപോർച്ചിൽ പാർക്ക് ചെയ്തിരിക്കുന്ന മട്ടിൽ ഔദ്യോഗിക വാഹനം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. രഞ്ജിത്തിൻ്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ വലിയ വിവാദമാണ് രഞ്ജിത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും ശ്രീലേഖാമിത്ര അവരുടെ വെളിപ്പെടുത്തൽ അത് വലിയ തോതിൽ ചർച്ചയാവുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒരിടവേളയിലേക്ക്. സകലമാന കേരളം തുടരുകയാണ്. ഇടുക്കിയിൽ മലനിരകൾ ഇടിച്ചു നിരത്തി അനധികൃത പാറഖനനം വ്യാപകമാണ്. മണ്ണിടിച്ചിൽ സാധ്യത ഏറെയുള്ള ഗ്യാപ്പ് റോഡിന്റെ താഴ്ഭാഗത്ത് ചക്രമുടിയിലാണ് നിർമ്മാണം നടക്കുന്നത്. നൂറുകണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തി, ഒപ്പം തന്നെ തടയണ കെട്ടി ഗോത്ര ജനതയുടെ കുടിവെള്ളം തടസ്സപ്പെടുത്തുന്നുവെന്നും ആരോപണമുണ്ട്. ബൈസൺ വാലി വില്ലേജിൽ ഉൾപ്പെടുന്ന ചൊക്രമുടി ഭാഗത്താണ് അനധികൃത നിർമ്മാണം നടക്കുന്നത്. വീട് നിർമ്മാണത്തിനുള്ള NOCയുടെ മറവിൽ റവന്യൂ ഭൂമിയും കയ്യേറി കുന്നുകൾ ഇടിച്ചു നിരത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗ്യാപ്പ് റോഡിൽ പതിവായി മണ്ണിടിച്ചിലുണ്ടാകുന്ന മേഖലയിൽ നിന്നും 200 മീറ്ററോളം മാത്രം മാറിയാണ് നിലവിലെ അനധികൃത പാറഖനനവും നിർമ്മാണവും. പരിസ്ഥിതിലോല മേഖലയിലെ ആവാസ വ്യവസ്ഥയ്ക്കും
പ്രദേശത്തിന്റെ നിലനിൽപ്പിനും ഭീഷണി ഉയർത്തിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണം. വീണ്ടും ഒരു പെട്ടിമുടി ദുരന്തവും വയനാട് ദുരന്തവും തവളപ്പാറ ദുരന്തവും പോലെ ചൊക്രമുടി ദുരന്തം എന്ന് പറഞ്ഞ് രണ്ടാമത് ചാനലിൽ വരാൻ പാടില്ല. അന്ന് ചാനലിൽ പറയാൻ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കില്ല. ഇത് നിങ്ങൾ റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കണം. താഴ്വാരത്ത് മുട്ടുകാട് ഉൾപ്പെടെയുള്ള വലിയ ജനവാസ മേഖലയാണ്. അശാസ്ത്രീയ ഖനനം ഉരുൾപൊട്ടലിനിടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അപ്പോൾ ഈ വ്യാജ ഭൂമാഫിയയ്ക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇതിൻ്റെ പ്രത്യേകത വളരെ ഗുരുതരമായി. കാരണം ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു ST ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു 300ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. SC വിഭാഗത്തിൽപ്പെട്ട 50 ആളുകളുണ്ട്. അതിന് തൊട്ട് താഴെ ജനവാസ മേഖലയാണ്. ഇഷ്ടംമാതിരി വീടുകളുമുണ്ട്. ഇപ്പോൾ ഈ വയനാട്ടിലൊക്കെ സംഭവിച്ച പോലെ തന്നെ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളും അവരുടെ ജീവനോപാധി എല്ലാം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുള്ളത്. അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ റവന്യൂ വകുപ്പിൽ പലവട്ടം പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നിർമ്മാണം തടയാൻ മാത്രം നടപടിയുണ്ടായിട്ടില്ല. മൈജോ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മുതലാളി. ഈ സിബി എന്ന് പറയുന്ന ആൾ അവൻ്റെ കാൽക്കടിയിൽ കിടക്കുന്ന ഒരാളാണ് ഈ സിബി എന്ന് പറയുന്ന ആൾ. ആ സിബി എന്ന് പറയുന്ന ആൾ ഈ മൈജോ എന്ന് പറയുന്ന ആൾ അവിടെ കോടികൾ അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കി ഇവർക്ക് കൊടുത്തിട്ടാണ് ഈ സിബി എന്ന് പറയുന്ന ആൾ ഇത്രയും കിടന്ന് അപകടം ഉണ്ടാക്കി വെക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും പൈസമ്മാളി പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ട് കഴിഞ്ഞാൽ ഇവന്മാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വന്ന് നോക്കാൻ പോലും ഇവന്മാരെ കൊണ്ട് പറ്റുമോ? തമിഴ്നാട് സ്വദേശിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന. അതീവ പരിസ്ഥിതി ലോല മേഖലയായ റെഡ് സോണിൽ ഉൾപ്പെടുന്ന പ്രദേശമായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ അധികൃതർ ഇടപെട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. പ്രദേശത്തു നിന്ന് മരങ്ങൾ മുറിക്കാനും പാറ ഖനനത്തിനും എങ്ങനെ അനുമതി ലഭിച്ചുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ മറ്റൊരു പ്രദേശം, അത് മഴവെള്ളം ഇറങ്ങി റോഡ് ഇടിഞ്ഞു താഴ്ന്നതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. രാജകുമാരി കൊങ്ങിണി സിറ്റി മേഖലയിലാണ് അപകട സാധ്യത ഉയർത്തി മണ്ണിടിയുകയും റോഡിൽ ഗർത്തം രൂപപ്പെടുകയും ചെയ്തത്. ഇത് മണ്ണൊലിപ്പിന് ഇടയാക്കും എന്നുള്ള ആശങ്ക നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ മഴക്കാലത്താണ് രാജകുമാരി B ഡിവിഷനിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള ഗ്രാമീണ പാതയിൽ മണ്ണിടിഞ്ഞത്. റോഡിന്റെ മധ്യഭാഗത്ത് ഗർത്തവും രൂപപ്പെട്ടു. മലമുകളിൽ നിന്നും മഴവെള്ളം ഒഴുകിയിറങ്ങി ഈ വർഷം വീണ്ടും മണ്ണിടിഞ്ഞു. മണ്ണിടിച്ചിൽ സാധ്യത പരിശോധിക്കാൻ ശാസ്ത്രീയ പഠനം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു വർഷം മുമ്പ് ഗ്യാപ്പ് റോഡിന് താഴ്ഭാഗമാണിത്. ഇത് രാജകുമാരി വില്ലേജും രാജകുമാരി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ഈ സൈഡിൽ നിന്നും രാജകുമാരിക്കൊരു കൂപ്പ് റോഡാണ് ഇതുള്ളത്. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇടിഞ്ഞു താഴ്ന്ന പ്രദേശത്ത് തന്നെയാണ്. ആ റൂട്ടിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് 20 അടി മേളിൽ നിന്നിരുന്ന റോഡ് ഇപ്പോൾ താഴ്ന്ന് ഈ അവസ്ഥയിലായി. ഈ പ്രദേശം മുഴുവനും ഗ്യാപ്പ് റോഡിലെ പണിക്ക് ശേഷമാണ് ഇവിടെ ഇതുപോലെ ഇടിഞ്ഞു താഴ്ന്നതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്. ഇത്ര ഇടിഞ്ഞിട്ടില്ലായിരുന്നു ഒരു വർഷം മുമ്പ്. ഇപ്പോൾ ഓരോ മഴ കഴിയുമ്പോഴും ഈ ഇടിച്ചിലിനിടയിൽ കൂടെ വെള്ളം ഇറങ്ങി ഇത് ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാപ്പ് റോഡിന് സമീപമുള്ള അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിടിച്ചിൽ സാധ്യത കൂട്ടുമെന്ന് നാട്ടുകാർ പറയുന്നു. 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണിവിടം. ദുരന്തം സംഭവിക്കുന്നതിനു മുൻപ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിലെ സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാറമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മേപ്പാടി സ്കൂളിലാണ് പഠന സൗകര്യം. മേപ്പാടി സ്കൂളിലേതടക്കം മുഴുവൻ ദുരിതാശ്വാസ ക്യാമ്പുകളും ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ KSRTC സൗകര്യം ഏർപ്പെടുത്തുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷ തേടിയെത്തിയ ആളുകൾ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കും. ഇനി 3 കുടുംബങ്ങൾ മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മേപ്പാടിയിലെയും കൽപ്പറ്റയിലെയും റിപ്പണിലെയും എല്ലാം തന്നെ കോട്ടനാട് പോലുള്ള സ്ഥലങ്ങളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ 30-ാം തീയതി ആണ് 30-ാം തീയതി പാതിരയോടുകൂടിയാണ് വലിയ ഉരുൾപൊട്ടലുണ്ടായത്. നിരവധി ആളുകൾ മരിച്ചു. ഇപ്പോഴും 100-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട്. എന്തായാലും അതിൻ്റെ തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയണം. ഭാഗികമായുള്ളൊരു തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരെ യഥാസമയം അവർ വാടക വീടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളും മറ്റും സ്പോൺസർമാരുടെ സഹായത്തോടു കൂടി എത്തിച്ചു നൽകുന്നുണ്ട് എന്നും മന്ത്രി രാജൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ തുറക്കും. അതായത് ഈ വെള്ളാർമല സ്കൂളിലുള്ള കുട്ടികളെ
മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് കൊണ്ടുവരുന്നത്. മുഴുവൻ കുട്ടികൾക്കും അവിടെ നിന്ന്, അതായത് ഇപ്പോൾ വാടക വീടുകളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നതിന് KSRTC സർവീസ് സൗജന്യമായി കുട്ടികളെ എത്തിക്കും. അതിന് പ്രത്യേകം KSRTC സർവീസുകൾ തുടങ്ങും എന്നും മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ ക്യാമ്പുകൾ ഇന്നത്തോടുകൂടി ഏതാണ്ട് തീരുകയാണ്. അതായത് നമുക്കിപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 കുടുംബങ്ങൾ കൂടി പോയാൽ നമുക്ക് ക്യാമ്പുകൾ പൂർണ്ണമായിട്ട് അവസാനിക്കാൻ പറ്റും. അപ്പോൾ തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ ആരംഭിക്കാം. വേറെ പ്രയാസം ഉണ്ടാകില്ല. ഈ തിങ്കളാഴ്ച മുതൽ മറ്റന്നാൾ മുതൽ സ്കൂളുകൾ ആരംഭിക്കാം. ഒപ്പം തന്നെ സെപ്റ്റംബർ 2-ന് വയനാട് ജില്ലയിൽ ഒരു സ്കൂളുകളിൽ പ്രവേശനോത്സവം നടത്തും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് കാരണം വയനാട് വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കുൾപ്പെടെ സ്കൂളിലെത്താൻ അവരെ താല്പര്യം തോന്നുന്ന രീതിയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ ജനപ്രതിനിധികളും പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുക. അതിൽ മേപ്പാടി സ്കൂളിലായിരിക്കും പ്രധാന പരിപാടികൾ. ഒപ്പം തന്നെ ഈ വെള്ളാർമല സ്കൂളിലുള്ള അധ്യാപകരെ പുനർവിന്യസിപ്പിക്കുന്നതിനുള്ള നടപടികളും ഉടൻ തന്നെ ഉണ്ടാവും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ താൽക്കാലിക പുനരധിവാസം, അതായത് ഈ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റിയത്. ഇവർക്ക് 6,000 രൂപ സർക്കാർ നൽകുന്നുണ്ട് വാടക ഇനത്തിൽ. അത് ഈ ശാശ്വതമായ പുനരധിവാസം നടക്കുന്നത് വരെ ആ തുക നൽകും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അതായത് ഈ ഉരുൾപൊട്ടലിൽ ഇവർക്ക് നഷ്ടപ്പെട്ട രേഖകളും മറ്റും സംഘടിപ്പിക്കുന്നു. ആ രേഖകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് യഥാസമയം ഓരോ വകുപ്പ് മേധാവികളുമായി സംസാരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഉൾപ്പെടെ ഉണ്ടാവും. എന്തായാലും സ്കൂളുകൾ തുറക്കാൻ പോകുന്നു. വയനാട് പഴയ രീതിയിലേക്ക്, സാധാരണ നിലയിലേക്ക് പോകുന്നു. എങ്കിലും ഭയം ഇപ്പോഴും കുട്ടികൾക്കുള്ളിലുണ്ട്, അതുപോലെ തന്നെ വലിയ ആളുകൾക്കിടയിലുമുണ്ട്. അത് കൃത്യമായുള്ള കൗൺസിലിങ്ങും മറ്റും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കുട്ടികൾ സ്കൂളിലെത്തുന്നതോടുകൂടി കൂടുതൽ അവരുടെ മാനസിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും. ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ്ണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,695, പവന് 53,560. 18 ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് 5,540, പവന് 44,320. വെള്ളി ഗ്രാമിന് 92 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളയുടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. വന്നിട്ടുള്ള ഇങ്ങനെ നിരവധി